Welcome to Graphics Tree. ഇന്ന് നമ്മൾ ഡിസംബർ 2025 മൊഡ്യൂൾ 3 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. A square prism of base side 35 mm and axis length 65 mm is resting on its base on HP. One edge of base is inclined at 45 degree to the VP. It's sectioned by a plane which is inclined to the HP and perpendicular to VP. Assume plane is passing through one of the body diagonals of the solid. Draw the front view, true shape of the section. What is the inclination of the section plane with HY line? At last ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദ സെക്ഷൻ പ്ലെയിൻ വിത്ത് HY ലൈൻ എന്നും. ആദ്യം HY ലൈൻ വരയ്ക്കാം. ഇവിടെ സ്ക്വയർ പ്രിസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സ്ക്വയർ പ്രിസം അത് 45 ഡിഗ്രി VPക്ക് ചരിഞ്ഞ് നിൽക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനെയായിരിക്കും വരിക. സോ ഇതിന് ഈ പൊസിഷന് വേറൊരു പേരും കൂടി പറയും. ഇത് കോർണർ റെസ്റ്റിംഗ് കണ്ടീഷനാണ്. കോർണർ റെസ്റ്റിംഗ് ഓൺ HP എന്നും കൂടി പറയേണ്ട ഈ പൊസിഷനെ. ആദ്യം HY ലൈനിലൊരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് 45 ഡിഗ്രിക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി 35 മില്ലിമീറ്റർ സ്ക്വയർ പ്രിസത്തിൻ്റെ ബേസ് 35 മില്ലിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ 35 മില്ലിമീറ്റർക്ക് ഒരു പോയിന്റ് എടുക്കുക. ഇനി ഈ രണ്ട് പോയിന്റിൽ നിന്ന് 90 ഡിഗ്രിക്ക് ലൈൻ കൺസിഡർ ചെയ്തിട്ട് 35 മില്ലിമീറ്റർക്ക് ലൈൻ വരയ്ക്കുക. ക്വസ്റ്റ്യനിൽ ബേസ് ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി ടു VP. സോ ഇൻക്ലിനേഷൻ VPക്കാണെന്ന് പറഞ്ഞാൽ HPക്കാണല്ലോ വരയ്ക്കേണ്ടത്. അത് കാരണമാണ് നമ്മളിവിടെ ബേസ് 45 ഡിഗ്രിക്ക് ഇൻക്ലൈൻ ചെയ്ത മാതിരി സ്ക്വയർ വരച്ചത്. ഇനി ഇതിന് നെയിം ചെയ്യാം. ഇത് പ്രിസം ആയ കാരണം നമ്മളിതിന് രണ്ട് നെയിമിംഗ് ആയിരിക്കും ചെയ്യുക. ദാറ്റ് ഈസ് ഇവിടെ A, B, C, D എന്നും അതേ രീതിയിൽ 1, 2, 3, 4 എന്നും. ഇനി ഓരോ കോർണറിനും HY ലൈനിക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ആക്സിസ് ലെങ്ത് 65 മില്ലിമീറ്റർ പറഞ്ഞ കാരണം നമ്മൾ 65 മില്ലിമീറ്റർക്ക് ആക്സിസ് വരയ്ക്കണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ സെക്ഷൻ ബൈ എ പ്ലെയിൻ വിച്ച് ഈസ് ഇൻക്ലൈൻ ടു HP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇൻക്ലൈൻ ടു HP എന്ന് പറയുമ്പോൾ അത് VPയിലായിരിക്കും നമ്മൾ സെക്ഷൻ വരയ്ക്കുക. പിന്നെ the plane is passing through one of the body diagonal of the solid എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇതായിരിക്കും ഇതാണല്ലോ സ്ക്വയർ പ്രിസം. ഈ പ്രിസത്തിൻ്റെ ഡയഗണൽ എന്ന് പറയുമ്പോൾ ഈ ഭാഗം ഇതാണ് ഡയഗണൽ. സോ ഇങ്ങനെയാണ് നമ്മുടെ പ്രിസത്തിൽ കൂടെ സെക്ഷൻ പാസ് ചെയ്യണമെന്നാണ് പറയുന്നത്. സോ ഡയഗണൽസിൽ കൂടിയിട്ട് നമുക്കൊരു സെക്ഷൻ വരയ്ക്കാം. ഇത് ഡോട്ടഡ് ലൈനായിട്ടാണ് വരയ്ക്കേണ്ടത്. ഒരു വലിയ ലൈനും രണ്ട് കുഞ്ഞു ലൈനും ഇങ്ങനെ. ഇനി നെയിം ചെയ്യാം VT എന്ന്. നമ്മൾ ഈ പ്രിസത്തിന് താഴെ നെയിം ചെയ്യണം. ദറ്റ് ഈസ് 1', 2', 4', 3'. ഇവിടെ A', B', T'. നമ്മൾ സെക്ഷൻ ചെയ്തത് ഫുൾ പ്രിസത്തിന് കവർ ചെയ്യുന്ന കാരണം ഇത് ഫുൾ നമ്മൾ ഹാച്ച് ലൈന് കൊടുക്കാനുണ്ട്. ഇനി നമ്മുടെ VT ലൈനിന് പാരലലായിട്ട് മറ്റൊരു H', Y' ലൈൻ വരയ്ക്കണം. ഇതിലേക്കും നമ്മുടെ ഫ്രണ്ട് വ്യൂ നമ്മൾ വരയ്ക്കേണ്ടാവുക. നമ്മളിങ്ങനെ വരച്ച ലൈനും പേരിടണം. സോ ഈ പോയിന്റ് 1', ഇത് 2', 4', ബിക്കോസ് ഇത് രണ്ടും കട്ട് ചെയ്തിരിക്കുന്ന 2ഉം 4'ലായ കാരണം ഇവിടെ 3'. ഇനി ഓരോ പോയിന്റ്സിനും നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. ഈ A1 നിന്ന് ഈ HY ലൈനിക്ക് ഡിസ്റ്റൻസ് എടുക്കുക. ഇനി ഈ A1 ലൈൻ ഉണ്ടല്ലോ, ഇത് ജോയിൻ ആകുന്നത് ഈ ലൈനിക്കല്ലേ. സോ ഈ ലൈൻ H', Y' ലൈനിക്ക് ഈ ഡിസ്റ്റൻസ് എടുത്ത് ഇവിടേക്ക് ഒരു ആർ കട്ട് ചെയ്യുക. ഇനി ഈ B2ന്ന് HY ലൈനിക്ക് ഡിസ്റ്റൻസ് എടുക്കുക. ഈ ലൈൻ ജോയിൻ ആകുന്നത് ഈ ലൈനിക്കല്ലേ. H', Y' ലൈനിക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക. ഇതായിരിക്കും. സോ ഇതായിരിക്കും നമ്മുടെ B പോയിന്റ്, ഇതായിരിക്കും നമ്മുടെ A പോയിന്റ്. ഇനി D4 എന്ന് എടുത്ത് HY ലൈനിക്ക് വരയ്ക്കുക. ഈ പോയിന്റും ഇതേ ലൈനിലാണ്. സോ ഇവിടുന്ന് കട്ട് ചെയ്യുക. ഈ പോയിന്റ് ആയിരിക്കും D. ഇനി C2 HY ലൈൻ എടുക്കുക. ഇതേ പോയിന്റ് H', Y' ലൈനിൽ മാർക്ക് ചെയ്യുക. ഇതായിരിക്കും നമ്മുടെ C. ഇത് VPയിലായ കാരണം A', B', C', D' എന്നായിരിക്കും എഴുതേണ്ടത്. എന്നിട്ട് എല്ലാം ജോയിൻ ചെയ്യുക.
ഇനി ഈ ലൈൻസിനെ നമ്മൾ ഹാച്ച് ചെയ്യണം. അറ്റ് ലാസ്റ്റ് ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ മില്ലിമീറ്റർ എഴുതണം.